നമ്മുടെ ഓരോ ആചരണത്തിനും ഉത്സവത്തിനും വിശിഷ്ടങ്ങളായ വ്രതസന്ദർഭങ്ങൾക്കുമൊക്കെ അനേക തലങ്ങളിലുള്ള പ്രാധാന്യങ്ങളുണ്ടാവും. ഒന്ന്, അതിൻ്റെ ദേശകാല സവിശേഷതകൾ. ഇന്ന ദേശത്തുള്ള മേളനം, ഇന്ന കാലത്തിലുള്ള മേളനം, അതിന് കാരണമായിരിക്കുന്ന വിശിഷ്ടങ്ങളായ ഐതിഹ്യങ്ങളും കഥകളും ഒരു ഭാഗത്ത്, ജ്യോതിശാസ്ത്രപരമായ സമയത്തിൻ്റെ പ്രാധാന്യം മറ്റൊരു ഭാഗത്ത്, തലമുറകൾ വിശ്വാസപൂർവം പരിപാലിച്ച മഹിമ വേറൊരു ഭാഗത്ത്, ഇതെല്ലാം ഉണ്ടാവും. അത് ഇന്ന് ആചരണത്തിനെന്നല്ല, എല്ലാത്തിനും ഉണ്ട്. വ്യക്തിപരമായി ചെയ്യുന്നതും സാമാജികമായി ചെയ്യുന്നതൊക്കെ തന്നെ. അതുപോലെ നമ്മൾ ആചരിക്കുന്ന പ്രതിവർഷവും പ്രതിമാസവും കാലികമായും ആചരിക്കുന്ന എല്ലാത്തിനും ഈ പറഞ്ഞ സവിശേഷതകളൊക്കെ ഉണ്ടാവും. ആ കൂട്ടത്തിൽ വലിയൊരു ലോകാത്ഭുതമാണ് കുംഭമേള എന്ന് പറഞ്ഞേ മതിയോ? അതിൻ്റെ ജ്യോതിശാസ്ത്രപരമായ പ്രാധാന്യം നിങ്ങൾ മനസ്സിലായിക്കൊള്ളുക. അത് പറഞ്ഞു തരാനുള്ള അറിവ് എന്നെ സംബന്ധിച്ചില്ല. നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ, വായിച്ചതുപോലെ, മനസ്സിലാക്കിയതുപോലെ സൂര്യൻ്റെ വിവിധ രാശികളിലൂടെയുള്ള ഗതി, അതുപോലെ വ്യാഴത്തിൻ്റെ കുംഭപ്രവേശം, കുംഭരാശിയിലേക്കുള്ള പ്രവേശം, ഇങ്ങനെയൊക്കെ ജ്യോതിഷപരമായ പ്രാധാന്യങ്ങൾ അത് വിദ്വാൻമാരിൽ നിന്ന് മനസ്സിലാക്കുക. നമ്മൾ ജ്യോതിഷത്തിൽ വട്ടപൂജ്യമാണ്. ഏതായാലും വ്യാഴത്തിൻ്റെ ഗതി 12 വർഷം എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഓരോ 12ലും വ്യാഴം നിശ്ചിത സമയത്ത് ഒരേ രാശിയിൽ ആവർത്തിച്ച് പ്രവേശിക്കും. അതിനനുസൃതമായിട്ടാണ് പ്രധാനപ്പെട്ട 4 കുംഭമേളകൾ ഭാരതത്തിൽ നടക്കുന്നത്. ഏത് കാലഘട്ടം തുടങ്ങിയാണ് നദീമേളങ്ങൾ ആരംഭിച്ചത് നമുക്കറിയില്ല. ഇതിഹാസങ്ങളിൽ, പുരാണങ്ങളിൽ എല്ലാം നദീമേളനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്കന്ദപുരാണത്തിൽ, കാശിഖണ്ഡത്തിൽ വിശദമായി ഗംഗ, യമുന, സരസ്വതി സംഗമ ഭൂമിയായ പ്രയാഗത്തിലുള്ള മാഘത്തിലെ മേളനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ കുംഭമേള എന്ന് പേരില്ല. അതുപോലെ ഗംഗാതീരത്തുള്ള മേളനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെയും കുംഭമേള എന്നുള്ള പേരില്ല. ഇത് അതിപ്രാചീനങ്ങളാണ്. പ്രാചീന യാഗവിശേഷങ്ങൾ പലതും തീർത്ഥഭൂമിയിലാണ് നടന്നതെന്ന് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെയൊക്കെ നദീ സാന്നിധ്യമുണ്ട്. ഏതായാലും നൂറ്റാണ്ടുകളായി വ്യവസ്ഥാപിതമായി കുംഭമേളകൾ നടന്നു വരുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ
ആ പ്രത്യേകമായ സന്ദർഭത്തിൽ ആ തീർത്ഥസ്ഥാനത്ത് അമൃതകുംഭത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കുംഭൻ രാശി, വ്യാഴത്തിൻ്റെ ഗതി, ഇത് രണ്ടുമായി ബന്ധപ്പെടുത്തിയാണ് പറയേണ്ടത്. ആ സന്ദർഭത്തിൽ അമൃതകുംഭ സാന്നിധ്യം അതത് തീർത്ഥങ്ങളിൽ മാനിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ പ്രധാനമായി ഗംഗ യമുന നദികളുടെ അന്തർധാരയായി സരസ്വതിയുടെ സംഗമഭൂമിയായ പ്രയാഗത്തിൽ, തീർത്ഥരാജാണ് പ്രയാഗ എന്നറിയാലോ, നമ്മുടെ സകല തീർത്ഥങ്ങളുടെയും രാജസ്ഥാനീയമാണ് പ്രയാഗ. അതുപോലെ ഹിമാലയത്തിൽ നിന്ന് ഗംഗ താഴേക്ക് ഇറങ്ങി സമതലത്തിലേക്ക് വരുന്നതായ ഹരിദ്വാരത്തിൽ ഗോദാവരിയുടെ തീരത്ത് നാസികാച്ഛേദം ചെയ്ത നാസിക്കിൽ, ക്ഷിപ്ര നദിയുടെ തീരത്ത് ഉജ്ജയിനിയിൽ, ഈ 4 സ്ഥലങ്ങളിലാണ് 4 കുംഭമേളകൾ നടക്കുന്നത്. 12 വർഷം കൂടുമ്പോൾ ഈ മേള നടക്കുകയാണ്. അതിൽ തന്നെ ആ രാശിക്ക് അഭിമുഖമായിട്ട് വ്യാഴം വരുന്ന സന്ദർഭത്തിൽ അർദ്ധകുംഭവും നടക്കും. ആ രാശി പ്രവേശമല്ലാതെ നേരെ മറുഭാഗത്തു നിന്ന് അഭിമുഖമായി വരുന്ന സമയത്ത് അർദ്ധകുംഭവും നടക്കും. ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത്, ഒരു സംശയമില്ലാതെ പറയാം, പ്രയാഗ കുംഭമാണ്. ഇതെന്ന് ആരംഭിച്ചു എന്നൊന്ന് ചോദിച്ചാൽ സംശയരഹിതമായി പറയാനുള്ള അറിവ് നമുക്കില്ല. ശങ്കരാചാര്യരുടെ കാലം തൊട്ട് പറയുന്നവരുണ്ട്, നമുക്കറിയില്ല, അറിയാത്തതിനെക്കുറിച്ച് പറയാൻ പാടില്ല. ഒന്ന് തീർത്തു പറയാം, നമ്മുടെ അഖാഡകൾക്ക് പ്രാധാന്യം കൈവന്ന, അഖാഡകളുടെ പ്രവർത്തനം സമാജത്തിൽ വ്യാപിക്കുന്ന കാലഘട്ടത്തിലാണ് കുംഭമേളകളുടെ വ്യാപനം എന്നുള്ളത് ഒരു സംശയമില്ലാതെ പറയാം. അതിനു മുമ്പ് കുംഭമേള ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല, അറിയില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അഖാഡകളുടെ വ്യാപനത്തോടു കൂടിയാണ് കുംഭമേളകൾക്ക് പ്രാധാന്യം വന്നത്. അഖാഡകൾ ശങ്കരാചാര്യർ സ്ഥാപിച്ചു എന്ന് പലരും വിശ്വസിച്ചും പ്രചരിപ്പിച്ചും പോരുന്നുണ്ടെങ്കിലും ഭഗവാൻ ഭാഷ്യകാരൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊരു വിഷയം വരുന്നില്ല. അഖാഡകൾ പ്രസക്തങ്ങളാകുന്നത് ഇസ്ലാമിക ഭരണകാലത്ത് നമ്മുടെ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെടുകയും ധർമ്മപ്രചരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന സന്യാസിമാരെ ശാരീരികമായി പീഡിപ്പിക്കുകയും കൊല്ലുക, മറ്റ് രീതിയിൽ അവരെ ശാരീരികമായി ഉപദ്രവിക്കുക എന്ന് തുടങ്ങിയവയൊക്കെ വളരെയധികം വളർന്ന സാഹചര്യത്തിലാണ് ബഹുഭൂരിപക്ഷം വിദ്വാൻമാരുടെയും അഭിപ്രായം അതേപടി സ്വീകരിച്ചാൽ മധുസൂദന സരസ്വതി സ്വാമികളുടെ വലിയ വീക്ഷണത്തിനനുസൃതമായി അഖാഡകൾ രൂപപ്പെടുന്നതെന്നാണ്. അഖാഡകൾ ആയോധന പരിശീലനം, ആയുധ പരിശീലനം, ആന്തരികമായ കരുത്ത് വളർത്താനുള്ള ഉപാസനകൾ, ഏത് പ്രതിസന്ധിയെയും അഭിമുഖീകരിക്കാനുള്ള തൻ്റെടമുള്ളവരായിട്ട് സമൂഹത്തെ വാർത്തെടുക്കൽ, അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള വേദാന്ത ശാസ്ത്രത്തിൻ്റെ പ്രചരണം, ഇങ്ങനെ അനേക ലക്ഷ്യങ്ങളെ ചേർത്തുകൊണ്ടാണ് അഖാഡകൾ രൂപപ്പെട്ടതും പ്രവർത്തിക്കുന്നതും. കേരളത്തെ സംബന്ധിച്ച് അഖാഡകളൊന്നും കേരളത്തിലില്ല.
സാമാന്യ കേരളീയർക്ക് ഇതിനെക്കുറിച്ച് അറിയുകയില്ല. എന്നാൽ മധ്യ ഉത്തര ഭാരതത്തിൽ ജനജീവിതവുമായി ഏറ്റവും ബന്ധപ്പെട്ട് ഹിംസിക്കപ്പെട്ട ധ്വംസിക്കപ്പെട്ട ഒരു സമൂഹത്തിന് മുഴുവൻ അഭയവും ആത്മവിശ്വാസവും പ്രദാനം ചെയ്ത് നിലനിന്നത് എന്ന രീതിയിൽ ജനങ്ങളുടെ ഹൃദയത്തിലാണ് അഖാഡകളുടെ സ്ഥാനങ്ങൾ. അഖാഡകൾ വാസ്തവത്തിൽ ഹരിദ്വാറിലോ കാശിയിലോ ജുനാഗഡിലോ അല്ല, അത് ജനഹൃദയങ്ങളിലാണ്. ഞങ്ങളുണ്ട് സന്യാസിമാരെ രക്ഷിക്കാൻ, ഞങ്ങളുണ്ട് ക്ഷേത്രങ്ങൾക്കെതിരെ ഓങ്ങുന്ന ഓരോ കയ്യും ഇല്ലാതാക്കാൻ എന്ന രീതിയിൽ പ്രതിജ്ഞാബദ്ധരായി ധാരാളം ചെറുപ്പക്കാർ തങ്ങളുടെ ജീവിതത്തെ ഈ ധർമ്മത്തിന് വേണ്ടി സമർപ്പിച്ച് അവർ നാഗസന്യാസിമാരായി. അങ്ങനെയാണ് നമ്മുടെ ധർമ്മത്തിൻ്റെ സംരക്ഷണം സാധിച്ചത്. പിന്നീട് അഖാഡകൾ വിപുലമായി, ധാരാളം അഖാഡകളുണ്ട്. 13 മറ്റോ അഖാഡകളാണുള്ളത്. അതിലേറ്റവും വലുത് ജൂന അഖാഡയാണ്. അത് കഴിഞ്ഞാൽ നിരഞ്ജനി, ആവാഹൻ തുടങ്ങി ഒരുപാട് പ്രാധാന്യമുള്ളവയുണ്ട്. ഈ അഖാഡകളുമായിട്ട് ബന്ധപ്പെട്ട മഹാപുരുഷന്മാർ, പുരുഷൻ എന്ന് പറഞ്ഞാൽ ആണ് എന്നുള്ള അർത്ഥത്തിലല്ല ഉദ്ദേശിച്ചത്, എല്ലാവരും ഈ സന്ദർഭത്തിൽ ഒത്തുകൂടുക. പണ്ട് കാലത്ത് എത്ര ശങ്കരാചാര്യന്മാർ ഒത്തുകൂടിയിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. എങ്കിലും പല വർഷങ്ങളിലും ശങ്കരാചാര്യന്മാരും ഒത്തുകൂടുണ്ടായിട്ടുണ്ട്. അഖാഡകളുടെ കീഴിൽ ഏറ്റവും തലപ്പത്തായിട്ട് ആചാര്യ മഹാമണ്ഡലേശ്വരനും, തൊട്ട് താഴെയായിട്ട് മഹാമണ്ഡലേശ്വരന്മാരും, അതിന് താഴെ മണ്ഡലേശ്വരന്മാരും, അതിന് താഴെ മഹന്തുമാരും, അങ്ങനെ ഒരു ശ്രേണിയുണ്ട്. അതിലോരോരുത്തരുടെയും ശിഷ്യന്മാർ, ദീക്ഷിതരായിട്ടുള്ളവർ, ഇത് കൂടാതെ ഭാരതത്തിലുള്ള ആയിരക്കണക്കിന് സന്യാസി പരമ്പരകൾ, താന്ത്രിക പരമ്പരകൾ, മാന്ത്രിക പരമ്പരകൾ, വൈദിക പരമ്പരകൾ എന്ന് വേണ്ട വ്യത്യസ്ത പരമ്പരകളെല്ലാം ഒത്തുചേരുന്നൊരു മഹാസംഗമമായി ഇത് മാറിക്കഴിഞ്ഞു. ഇപ്പം സാമാന്യമായി ഇത്രക്കേറെ മഹാത്മാക്കളെ ഒന്നിച്ച് ദർശിക്കുക അസാധ്യമാണ്. അതുകൊണ്ട് ഭാരതത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് പ്രായ ലിംഗ ഭേദമന്യേ ഈ മഹത് സംഘം ലഭിക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് ഈ അമൃത സാന്നിധ്യമുള്ള സമയത്ത് അതത് കുംഭമേളകൾക്ക് ചെന്ന് ചേരുക എന്നുള്ളത് ദീർഘകാലമായി നിലനിൽക്കുന്നു. ക്രമേണ ഹിന്ദുവിൻ്റെ സാമാജിക ശക്തിയുടെ ഏകീകരണത്തിൻ്റെ സന്ദർഭമായി ഇത് മാറി. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളുടെ ശക്തമായ ആന്തോളനങ്ങൾ നടക്കുമ്പോൾ അതിന് ശക്തി പകർന്നുകൊണ്ട് കുംഭമേളകൾ നിലനിന്നു. ഇവയിൽ പൊതുവെ രണ്ടഭിപ്രായമാണ് പറയാൻ പോകുന്നത്. പ്രയാഗ്രാജിൽ വെച്ച് നടക്കുന്നത് മഹാകുംഭവും മറ്റുള്ളത് ഹരിദ്വാർ തുടങ്ങിയെടുത്ത് പൂർണ്ണകുംഭവും എന്ന് 12 കൊല്ലം കൂടുമ്പോഴും 6 കൊല്ലം കൂടുമ്പോൾ ഉള്ളത് അർദ്ധകുംഭവും എന്ന് പ്രസിദ്ധമാണ്. വേറൊരു പക്ഷം ഇതര 3 സ്ഥാനങ്ങളിലുള്ളതുപോലെ പ്രയാഗ്രാജിലും പൂർണ്ണകുംഭം തന്നെയാണ് 12 കൊല്ലം കൂടുമ്പോൾ. അങ്ങനത്തെ 12 കൂടുമ്പോഴാണ് മഹാകുംഭം എന്ന് വേറൊരു പക്ഷമുണ്ട്. ഏത് പക്ഷമാണ് ശരിയെന്ന് നമുക്കറിയില്ല, ആധികാരികമായി പറയാൻ അസാധ്യമാണ്. എല്ലാ 12 കൊല്ലം കൂടുമ്പോഴും പ്രയാഗ്രാജിലുള്ളത് മഹാകുംഭമാണെന്നും മറ്റുള്ളത് പൂർണ്ണകുംഭമാണെന്നും
ഒരു പക്ഷം. അങ്ങനെയല്ല, മറ്റെല്ലാ സ്ഥാനങ്ങളിലും ഉള്ളതുപോലെ പ്രയാഗ്രാജിലും പൂർണ്ണകുംഭമാണ്. 144 കൊല്ലം കൂടുമ്പോഴാണ് മഹാകുംഭം എന്ന് വേറൊരു പക്ഷം. ഏതാ ശരിയെന്നറിയില്ല, അറിയാത്തതിനെ കുറിച്ച് അഭിപ്രായം പറയാൻ പാടില്ല. പക്ഷേ ഒന്ന് പറയാം, ഇത് ആശ്ചര്യമാണ്, മഹാശ്ചര്യം. ഹൈന്ദവ ശക്തിയുടെ, ഏകതയുടെ വലിയൊരു ഒരു പ്രഖ്യാപനമാണ്. നമ്മൾ ഓർമ്മിക്കുകയാണ്, 2013 പ്രയാഗ്രാജിൽ വെച്ച് നടന്ന പൂർണ്ണകുംഭത്തിൽ സന്യാസിമാരുടെ വലിയ സമ്മേളനം ഉണ്ടായി. ആ സമ്മേളനം തീരുമാനിക്കുകയാണ്, ഭാരതത്തിൽ ഭരണമാറ്റം വന്നേ മതിയാവും, വന്നിരിക്കും, ഇല്ലെങ്കിൽ ഭാരതം ഉണ്ടാവില്ല. വൈദേശിക താത്പര്യങ്ങൾക്ക് മുമ്പിൽ ഭാരതം ബലി കഴിക്കപ്പെടും. അതുകൊണ്ട് ശക്തനായ ഒരു നേതാവിൻ്റെ നേതൃത്വത്തിൽ ഭരണമാറ്റം വന്നേ മതിയാവൂ. അതിന് ഇന്നത്തെ കാലഘട്ടത്തിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദിയാണ് ഏറ്റവും യോഗ്യൻ എന്ന് തീരുമാനമെടുക്കുന്നത് 2013 പ്രയാഗ്രാജിലെ കുംഭമേളയിൽ നടന്ന മാർഗദർശക മണ്ഡലത്തിൻ്റെ സന്യാസി സമ്മേളനത്തിലാണ്. അത് സാക്ഷാത്കരിക്കപ്പെട്ടത് നമ്മൾ കണ്ടു. അതുകൊണ്ട് ഭാരതം നിലനിൽക്കുക മാത്രമല്ല, ഇന്ന് ലോകത്തിൻ്റെ എല്ലാ മേഖലയിലും മുമ്പോട്ട് വരുന്നതും നമ്മൾ കാണുന്നു. ഇല്ലെങ്കിൽ ഛിന്ന ഭിന്നമായി പോയേനെ. വലിയൊരു സാമാജികമായ ശാക്തീകരണ സന്ദർഭമാണ്. ഏതായാലും ഈ പ്രാവശ്യത്തെ കുംഭമേള ഒരു മഹാത്ഭുതമാണ്. 2013 നമ്മൾ പ്രയാഗിൽ കണ്ടതും, അന്ന് ഇലഹബാദായിരുന്നു. സംഗമസ്ഥലത്ത് ചെറിയൊരു സ്ഥലം മാത്രമാണ് പ്രയാഗ എന്ന പേര്, ചെറിയൊരു ഇട്ടാവട്ടം. ബാക്കി മുഴുവൻ അലഹബാദാണ്. അലഹബാദ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനാൽ സ്ഥാപിക്കപ്പെട്ടത്. അല്ലാഹു എന്നൊരാശയം ഭാരതത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ പ്രയാഗുണ്ട്. പുരാണ പ്രസിദ്ധമായ, വേദപ്രസിദ്ധമായ പ്രയാഗം. ആ പേര് മാറ്റി, എന്നിട്ട് അലഹബാദാക്കി. എന്തുണ്ടായി? ഇപ്പോൾ വീണ്ടും പേര് മാറ്റി പ്രയാഗരാജായി. പക്ഷെ നമ്മളെ സമൂഹം എത്രമാത്രം ഉണർന്നു എന്നുള്ളത് ശ്രദ്ധിക്കണം. കാരണം ഇപ്പോഴും ജനങ്ങളുടെ വർത്തമാനത്തിൽ പലപ്പോഴും അലഹബാദ് തന്നെ പറയുന്നു. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് സർക്കാർ പേര് മാറ്റുന്നത്. പക്ഷെ ജനങ്ങൾ ഇപ്പോഴും ചിലരൊക്കെ അലഹബാദ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ മുഴുവൻ അലഹബാദ് ആയിട്ടില്ല. കാരണം സുപ്രീം കോടതി ഇതുവരെ പേര് മാറ്റാൻ അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് ഹൈക്കോടതിയുടെ പേര് ഇപ്പോഴും അലഹബാദ് ഹൈക്കോർട്ടാണ്. ബാക്കി എല്ലാത്തിലും പ്രയാഗരാജ് ആയിക്കഴിഞ്ഞു, എല്ലാത്തിലും, എല്ലാ രേഖകളിലും. വലിയൊരു വീണ്ടെടുക്കലാണ്. അത് യോഗി ആദിത്യനാഥ്ജി മുഖ്യമന്ത്രിയായതിനു ശേഷമാണ്. 2013 കണ്ട റോഡുകളുടെ ഒരു 50 ഇരട്ടിയാണ് ഇപ്പോഴത്തെ റോഡുകൾ. സൗകര്യങ്ങൾ 100 ഇരട്ടി എന്ന് പറയണം. 30 വലിയ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകളുണ്ട്. അത്ഭുതം തോന്നും നമുക്ക് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കണ്ടാൽ. 30 വലിയ പാലം അങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നത്. അതിലൂടെയാണ് വാഹനങ്ങൾ, ജനകോടികൾ ഒക്കെ സഞ്ചരിക്കുന്നത്. 3 ലക്ഷം
ശിബിരങ്ങളാണ്. കുംഭമേള നഗരിയിൽ ഇപ്രാവശ്യം 5 ലക്ഷത്തിൽ ചില്ലാനാണ് അപേക്ഷ വന്നത്. അതിൽ 3 ലക്ഷം പേർക്കാണ് അനുവദിച്ചത്. 3 ലക്ഷം ശിബിരങ്ങൾ എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ. ആ ശിബിരങ്ങളിലൊക്കെ തന്നെ നിരന്തരം രാപ്പകൽ ഭേദമില്ലാതെ ചില സ്ഥലത്ത് പ്രവചനങ്ങൾ, ചില സ്ഥലത്ത് ഹോമങ്ങൾ, ചില സ്ഥലത്ത് പൂജകൾ, ചില സ്ഥലത്ത് സത്സംഗങ്ങൾ, ചില സ്ഥലത്ത് സേവാപ്രവർത്തനങ്ങൾ, ചില സ്ഥലത്ത് ആശുപത്രികൾ, ഇന്ന് വേണ്ട ചില സ്ഥലത്ത് ശരീര അംഗങ്ങൾ വിതരണം ചെയ്യൽ, കൈ കാല് ഒക്കെ പൊട്ടിയിട്ടുള്ള ആൾക്ക്, അങ്ങനെയൊക്കെയുള്ള സംഗതികൾ എന്ന് വേണ്ട അത്ഭുതകരമായിട്ട് ഈ കഴിഞ്ഞ ഒന്നാമത്തെ ഷാഹി സ്നാനത്തിന് തന്നെ 2 കോടി ജനങ്ങളാണ് പങ്കെടുത്തത്. മകരസംക്രാന്തിക്ക് ഈ 29-ാം തീയതി മൗനി അമാവാസിക്ക് 5 കോടിക്കും 7 കോടിക്കും ഇടയ്ക്കാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു ദിവസമായി പറയണത്. പറയാൻ കേരളീയർക്ക് എളുപ്പം കഴിയും. മൊത്തം 50 കോടി ജനങ്ങളെയാണ് ഈ കുംഭമേളയ്ക്ക് പ്രതീക്ഷിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു പട്ടാളമോ പോലീസോ ആര് വിചാരിച്ചാലും നിയന്ത്രിക്കാൻ കഴിയില്ല എന്നുള്ളത് നമുക്കൊക്കെ ആലോചിച്ചാൽ അറിയാം. വെറും വിശ്വാസത്തിൻ്റെ മുകളിലാണ്, വെറും വിശ്വാസത്തിൻ്റെ മുകളിൽ. ജനസമുദ്രമാണ്. ആർക്കും നടക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നിന്നെടുത്ത് അങ്ങനെ പോയിക്കോളും. അതിനായിട്ട് വീണ് കഴിഞ്ഞാൽ ജനലക്ഷങ്ങൾ നമ്മുടെ മുകളിലൂടെ നടക്കും. അവിടെ തന്നെ അരഞ്ഞ് ഒന്നും ശവസംസ്കാരമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അരഞ്ഞു പോകും. പക്ഷെ ഒന്നും പറ്റിയിട്ടില്ല. അത് പട്ടാളത്തിന് നിയന്ത്രിക്കാൻ പറ്റില്ല, പോലീസിന് നിയന്ത്രിക്കാൻ ആർക്കും പറ്റില്ല. അവിടെ പോയി കണ്ടാൽ മനസ്സിലാവും. വിശേഷ സ്നാനങ്ങളുള്ള ദിവസങ്ങളിൽ ക്രമമുണ്ട്, അഖാഡകളുടെ ക്രമമുണ്ട്. ആ ക്രമത്തിലാണ് സ്നാനം ചെയ്യാൻ പോവുക. അത് മകരസംക്രാന്തിക്ക്, അത് കഴിഞ്ഞാൽ മൗനി അമാവാസി വരും. അത് കഴിഞ്ഞാൽ വസന്തപഞ്ചമി വരും. അത് കഴിഞ്ഞാൽ സന്യാസിമാരുടെ പ്രാധാന്യം കഴിഞ്ഞു. പിന്നെ ഉദാസീന, വൈരാഗി വിഭാഗങ്ങളിൽപ്പെട്ടവർക്കും അതുപോലെ മറ്റ് വിഭാഗങ്ങളിലൊക്കെയുള്ള സന്യാസിമാർക്ക് പിന്നെ പ്രാധാന്യം വരുന്നുണ്ട്. ഏതായാലും ശിവരാത്രി വരെ തുടരും. ഒരു മഹാത്ഭുതമാണ് നടക്കുന്നത്, അത്രേ പറയാനുള്ളൂ. മനുഷ്യൻ നിയന്ത്രിക്കണമെന്നല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പറഞ്ഞ 3 ലക്ഷം കുടീരങ്ങൾ ഏത് സമയത്തും ഒരു 1.5 കോടി 2 കോടി ജനങ്ങൾ അവിടെ ഉണ്ട്. എല്ലാ സമയത്തും നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ചെറിയൊരു സ്ഥലത്ത്, ചെറുതെന്ന് പറഞ്ഞാൽ ഒരു 35-40 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിൽ, അത്രയൊന്നുമില്ല. അത്രയേ ഉള്ളൂ, അത്രയൊന്നുമില്ല. ചെറിയൊരു സ്ഥലം, അവിടെയാണ് ഈ കോടികൾ വരുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ. ഇവിടെ മലയാള മാധ്യമങ്ങൾ അവിടെ പോയിട്ട് എന്തുണ്ട് കുറ്റം, എന്താണ് കുറവ് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ക്യാമറയും കൊണ്ട് നടക്കുക. അവർക്ക് ഏതോ ഒരു വഴിവിൽപ്പനയിൽ സാധനം വിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ കണ്ണാണ് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത്. അങ്ങനത്തെ 10,000-കണക്കിന് പെൺകുട്ടികളുണ്ട്. അവരൊന്ന് ചിന്തിച്ചാൽ മതി, ഇത് കേരളത്തിലാണ് ആയതെങ്കിൽ പിച്ച് ചീന്തപ്പെട്ടില്ലായിരുന്നു ആ കുട്ടികൾ. ഇതൊരു പ്രശ്നമല്ല. അവരവിടെ കിടന്നുറങ്ങും, അവരവിടുന്ന് കച്ചവടം ചെയ്യും, സുരക്ഷിതരായിട്ടിരിക്കും. അതാണ് ഭാരത സംസ്കാരം. എന്തുണ്ട് ദോഷം പറയാമെന്ന് നോക്കുന്നവർ, വലിയ സമ്പന്നരായിട്ടുള്ളവർ കുട്ടിയും പ്രമാണവും മുത്തശ്ശിയും മുത്തശ്ശനും 3 മാസമുള്ള കുട്ടി 6 മാസമുള്ള കുട്ടികളായിട്ട് ഇങ്ങ് വരികയാണ്. എന്നിട്ട് മണെല്ലാം കിടക്കുക. നമ്മളെ ക്യാമറകൾ ചിലപ്പോൾ ദാരിദ്ര്യത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് ചിത്രീകരിക്കാൻ കഴിഞ്ഞേക്കാം. ഭാരതത്തിൻ്റെ ദാരിദ്ര്യം കണ്ടില്ലേ എന്ന്. ശ്രദ്ധയാണ്, വിശ്വാസമാണ്.
കാരണം തീർത്ഥീകുർവന്തി അതീർത്ഥാനി, തീർത്ഥങ്ങളല്ലാത്തവയെ തീർത്ഥങ്ങളാക്കുന്നു. അപ്പോൾ തീർത്ഥങ്ങളുടെ കഥയോ? അപ്പം തീർത്ഥരാജായ പ്രയാഗയിൽ ഇത്രയ്ക്കധികം തീർത്ഥങ്ങൾ ഒത്തുചേരുമ്പോൾ, ഏത് തീർത്ഥം? മഹാത്മാക്കൾ. സന്യാസിമാർ മാത്രമല്ല, സന്യാസിമാരുണ്ട്, ശൈവ താന്ത്രികരുണ്ട്, ശാക്തേയ താന്ത്രികരുണ്ട്, വൈദികരുണ്ട്, എല്ലാവരും ഒന്നായി ഒത്തുചേരുമ്പോൾ സന്യാസിമാരിൽ തന്നെ ഏതെല്ലാം സമ്പ്രദായ ഭേദങ്ങൾ! നൂറുകണക്കിന് എല്ലാ പരമ്പരകളും വരികയാണ്, എല്ലാ പരമ്പരകളും. ഓരോ ശിബിരത്തിൽ അവരവരുടേതായ കാര്യപരിപാടികൾ നടക്കുന്നു. ഒത്തുചേരേണ്ട സന്ദർഭത്തിൽ ഒത്തുചേരുന്നു. ആർക്കും ഒരു പ്രശ്നമില്ല, സന്തോഷമായിട്ട്. ഒരു നേരിട്ട് കാണേണ്ടതാ, വാക്കുകളെ കൊണ്ട് വർണ്ണിക്കാൻ പ്രയാസമുണ്ട്. ജൂനാഖാഡ ഏറ്റവും ആദ്യത്തതും ഏറ്റവും വലുതുമാണ്. ജൂനാഖാഡയിലാണ് ഏറ്റവും അധികം സന്യാസിമാരുള്ളത്. 5 ലക്ഷത്തിലധികം സന്യാസിമാരും നാഗസന്യാസിമാരും അല്ലാത്തവരും അടക്കമുണ്ട്. ഇപ്പോൾ സ്ത്രീ സമത്വം, സ്ത്രീ ഉയർച്ച എന്നൊക്കെ പറഞ്ഞിട്ട് പലതും ഉണ്ടല്ലോ. ഈ ലോകങ്ങളൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നതിന് മുമ്പ് സ്ത്രീകളുടെ മാത്രം അഖാഡ ഉണ്ട് ജൂനാഖാഡയുടെ കീഴിൽ. ഈ ട്രാൻസ്ജെൻഡറിൻ്റെ അവകാശങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. ജൂനാഖാഡയുടെ കീഴിൽ ട്രാൻസ്ജെൻഡറുടെ മാത്രം അഖാഡ ഉണ്ട്, കിന്നർ അഖാഡ. മറ്റേത് മായി ഭാഗ്, മായി ഭാഗിൽ സ്ത്രീകൾ മാത്രമാണ്. മറ്റേ കിന്നർ അഖാഡ അതൊക്കെ ഇതിൽ പെട്ടതാണ്, ജൂനയിൽ പെട്ടതാണ്. ഒരു മഹാത്ഭുതം നമ്മളെ ജീവിതകാലത്ത്. പക്ഷെ വലിയൊരു മാറ്റമുണ്ട് കേട്ടോ. കാരണം ഇപ്രാവശ്യം കേരളത്തിൽ നിന്ന് 10,000-കണക്കിന് ആൾക്കാർ പോയി കഴിഞ്ഞു, പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സാധാരണ ഇതിലൊന്നും പോകാത്ത ആൾക്കാരൊക്കെ ഭക്തിപൂർവ്വം പോകുന്നുണ്ട്. നമ്മൾ തന്നെ 100-കണക്കിന് പേരെ കണ്ടു, മലയാളികൾ ശ്രദ്ധയോടുകൂടി, ഭക്തിയോടുകൂടി. വലിപ്പച്ചെറുപ്പങ്ങളില്ലാതെ ഏത് കോടീശ്വരനും ഏത് ദരിദ്രനും ഗംഗാ മാതാവിൻ്റെ മുമ്പിൽ ഒന്നാകുന്ന കാഴ്ച അത്ഭുതകരമാണ്, അത്ഭുതകരമാണ്. അതേസമയത്ത് ലാഘവ ബുദ്ധിയോടുകൂടി ആരും പോകരുത്. കഴിയുന്നത് എത്രയും പേര് പോവുക, ഇത്രയും ഗൗരവ ബുദ്ധിയോടുകൂടി. ഉദാഹരണം പറഞ്ഞാൽ, മകരസംക്രാന്തിയുടെ അന്ന് ആദ്യ സ്നാനം ചെയ്യാൻ ജൂനാഖാഡത്തെ ആൾക്കാരാണ്. അതിലത്തെ പരിചയസമ്പന്നരായ സന്യാസിമാർ പോലും വേർപെട്ട് പോയിട്ട് 5-6 കിലോമീറ്റർ ദൂരെയാണ് എത്തിപ്പെട്ടത്. മുങ്ങിയതേ അറിയുള്ളൂ, പിന്നെ പൊന്തുമ്പോഴത്തേക്ക് 5-6 കിലോമീറ്റർ ദൂരെയാണ്, തിക്കിലും തിരക്കിലും പെട്ടിട്ട്. ബാക്കി പറയണ്ടല്ലോ. അപ്പോൾ ലാഘവ ബുദ്ധിയോടുകൂടി ആരും പോകരുത്. എല്ലാം ഗംഗയിൽ സമർപ്പിച്ചിട്ട് വേണം പോവുക. അല്ലാതെ പോയി വരാമെന്ന് കണ്ടൊന്നും പോകരുത്. ഇത്ര മണിക്ക് പോവുക, അത്ര മണിക്ക് വരിക, അതൊന്നും വയ്യ. വന്നാൽ വന്നു, പോയാൽ പോയി, അത്രയേ ഉള്ളൂ. ആ ശ്രദ്ധ ഉണ്ടെങ്കിൽ പോയാൽ മതി. ആ ശ്രദ്ധയോടുകൂടിയാണ് ആൾക്കാർ വരുന്നത് അവിടെ. അല്ലെങ്കിൽ അവിടെ ഇരിക്കുമോ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ 3 ലക്ഷം ശിബിരം പറഞ്ഞു. ഒരു ശിബിരത്തിന് ചുരുങ്ങിയതൊരു ഒരു ഒരു 30 ലക്ഷം രൂപ ചിലവായിക്കോളൂ ഒരു ശിബിരത്തിന്, വേണ്ടി വരും. പോട്ടെ, 25 ലക്ഷം രൂപ ചിലവായിക്കോളൂ ഒരു ശിബിരം ഉണ്ടാക്കാൻ. കാരണം ഭൂമിക്ക് ആദ്യം പൈസ അടയ്ക്കണം, കെട്ടിടം ഉണ്ടാക്കണം. കെട്ടിടം വെച്ചാൽ പന്തലുകൾ ഉണ്ടാക്കണം, കിടക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം, വെള്ളത്തിൻ്റെ സംവിധാനം വേണം, കുളിക്കാനുള്ള സംവിധാനം വേണം, കക്കൂസിൻ്റെ സംവിധാനം വേണം. ഇതിനൊക്കെ പാസ്സായി കിട്ടണമെങ്കിൽ എന്തായാലും ചില്ലാനൊക്കെ കൈക്കൂലിയൊക്കെ കൊടുക്കേണ്ടി വരില്ലേ? എന്തായാലും വേണ്ടി വരും. ഇതൊക്കെ കൂടി ഒരു 25 ലക്ഷം റുപ്യ ഒരു ശിബിരത്തിന് ചിലവാക്കി എന്ന് വിചാരിച്ചോളൂ. 2 മഴ പെയ്താൽ മതി, ഇതൊച്ചൊന്നും ഉണ്ടാവില്ല. ഒരു തൂണ് പോലും ഉണ്ടാവില്ല, ഒക്കെ വീഴും.
കാരണം അവിടുത്തെ പ്രയാഗയിലുള്ള മണ്ണ് അങ്ങനത്തെ മണ്ണാണ്, എല്ലാം താണു പോകും. ഹിമാലയത്തിൽ നല്ല ഒരൊറ്റ ദിവസം മഴ പെയ്താൽ മതി, ഈ കുംഭമേള നഗരിയേ ഉണ്ടാവില്ല. കാരണം മുഴുവൻ വെള്ളമാണ്, മുഴുവൻ പുഴേൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഒരു വിശ്വാസത്തിൻ്റെ മുകളിലല്ലേ ഇത് മുഴുവൻ. ആ വിശ്വാസമുള്ളവരും മതിയല്ലോ അവിടെ പോവുക, അല്ലാത്തവർ പോകണോ? എന്തിനാ പോകണം? നല്ലൊരു അത്ഭുതമാണ് വിശ്വാസത്തിൻ്റെ, ഭക്തിയുടെ, ശ്രദ്ധയുടെ വലിയൊരു ഒരു ഒരു അത്ഭുതകരമായ പ്രകടനമാണ് അവിടെ. അത്ഭുതകരമായ പ്രകടനം കണ്ടാൽ തന്നെ മനസ്സിലാവും. പ്രത്യേകിച്ചത് മലയാളികൾ പോകണമെന്നാണ് പറയും. മലയാളികളെല്ലാം ഒന്ന് പോയി കാണണം. കാരണം ആ ഒരു ശ്രദ്ധ സാമൂഹികമായിട്ട് ഇല്ലാത്തൊരു വിഭാഗം മലയാളികളേ ഉള്ളൂ. ഇന്നലെ ഒരമ്മ, വലിയ സമ്പന്നരാണ്, അതീവ സമ്പന്നരാണ്, ജാർഖണ്ഡിൽ നിന്നാണെന്ന് തോന്നുന്നു വന്നത്. അവർ 10-30 പേരുള്ളവർ കുളിക്കാൻ പോയി, ഒറ്റപ്പെട്ടു പോയി, ഒരു രക്ഷയില്ല. ഒരു വസ്ത്രം ഒഴുകി, ഒന്നുമില്ല, പരിപൂർണ്ണ നഗ്നയായിട്ടായിപ്പോയി. കാരണം വസ്ത്രം മാറ്റാൻ വേണ്ടി ഇപ്പുറത്ത് കൊടുത്ത ആൾക്കാരെ കണ്ടുമുട്ടാൻ പറ്റിയില്ല, വേർപിരിഞ്ഞു, ആരുമില്ല. അപ്പം അവിടെ കുറച്ച് ചെറുപ്പക്കാർ ഈ അമ്മയ്ക്ക് വസ്ത്രമൊക്കെ കൊടുത്ത് ആ അമ്മ വസ്ത്രം ധരിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുക. അമ്മ 10-30 വയസ്സുണ്ടാവും. ഭാഷ അറിയില്ല, കാര്യം ഒന്നും അങ്ങനെ വ്യവഹാര പരിചയമൊന്നുമില്ല. പക്ഷെ പുഞ്ചിരിച്ചുകൊണ്ടാണ് നിൽക്കണത്, ഞാൻ കണ്ടു, അതുകൊണ്ടാണ് പറയണത്. ഒരു ബേജാറുമില്ല. ഗംഗാമയ്യ അങ്ങോട്ട് തിരിച്ചാക്കും, കുടുംബക്കാരായിട്ട് കൂട്ടി യോജിപ്പിക്കും, അത്രയേ ഉള്ളൂ. എവിടെ യോജിപ്പിക്കാൻ? എത്ര ദിവസം കഴിയും? ചിലപ്പോൾ എത്ര ഈ കുംഭമേള കഴിയേണ്ടി വരും, ചിലപ്പോൾ ഇനി രണ്ടാമത്തെ അമ്മ കാണണമെങ്കിലും. അതെ, അതാണ് ശ്രദ്ധ, അചഞ്ചലമായ ശ്രദ്ധ. അവിടെ പോയി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു ഷോർട്ട് സർക്യൂട്ട് വന്നാൽ മതി, കഴിഞ്ഞു കഥ. ഷോർട്ട് സർക്യൂട്ട് വരാൻ എളുപ്പമാണ്, കാരണം ഒന്നും ടെമ്പററി വയറിങ് അല്ലാണ്ട് പെർമനൻറ്റ് വയറിങ് അല്ല, ഒക്കെ കുത്തി ഒക്കെ ആക്കി വെച്ചിരിക്കുക. ഒന്നായി കഴിഞ്ഞാൽ കംപ്ലീറ്റ് തുണിയാണ്. ഒരു വിശ്വാസം. അപ്പം ആരാ അതൊക്കെ നയിക്കണേ? ഇന്നലെ നമുക്ക് പ്രത്യേകം വരാൻ തിരക്കുള്ളത് കൊണ്ട്, തിരക്ക് ഈ ക്ലാസ് തന്നെയാണ്, തിരക്കുള്ളത് കൊണ്ട് നമ്മൾ പുറപ്പെട്ടു. മാർഗദർശന മണ്ഡലം, കേന്ദ്രീയ മാർഗദർശന മണ്ഡലം മീറ്റിംഗ് കഴിഞ്ഞിട്ട് മാർഗദർശന മണ്ഡലം മറ്റ് മീറ്റിങ്ങുകൾക്ക് ഇരിക്കാതെ ഞാൻ പോന്നു. പേരൂർ ആധീനം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടും ഒരു കാറിൽ, യൂണിഫോം ഇട്ട പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. രാവിലെ 7 മണിക്ക് പുറപ്പെട്ടിട്ട് കുംഭമേള നഗരിയിൽ നിന്ന് പുറത്തെത്താൻ 11 മണിയായി. യൂണിഫോമുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടായിട്ട് ഇത്ര പറഞ്ഞാൽ മനസ്സിലാക്കാമല്ലോ. ഇനി 29-ാം തീയതി വരെ ഒക്കെ ബന്ധാണ്, 14 കിലോമീറ്റർ ബന്ധാണ്, നടക്കണം, മുഴുവൻ നടക്കണം. എന്നാൽ ജനപ്രവാഹം കാണണ്ടേ? 3 മാസം 2 മാസമുള്ള കുട്ടികൾ, മുത്തശ്ശിമാർ, 10-100 വയസ്സായവർ, നാമം ജപിച്ചുകൊണ്ട് പോകുന്ന പോക്ക്. ആരും നടക്കേണ്ട ആവശ്യമില്ല, നിന്നെടുത്താൽ മതി, അങ്ങ് പോകും. എതിനെയാണ് സംഗമത്തിലേക്ക് പോകേണ്ടതെന്ന് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല, അങ്ങ് നിന്നെടുത്താൽ മതി. പിന്നെ എവിടെ എത്തണമെന്ന് നോക്കിയാൽ മതി, അത്രയേ ഉള്ളൂ. അതെന്നും ഉണ്ടാവില്ല കേട്ടോ, അത് ഈ പറഞ്ഞ പ്രധാനപ്പെട്ട സ്നാനങ്ങൾക്കേ ഉണ്ടാവുള്ളൂ. പ്രധാനപ്പെട്ട സ്നാനത്തെ അതിൻ്റെ 3 ദിവസം മുമ്പ് തുടങ്ങും. ലോകം മുഴുവൻ ഒഴുകുകയല്ലേ. വലിയ വലിയ സമ്പന്നരായിട്ടുള്ള, മറ്റ് രാജ്യങ്ങളിൽ നമ്മളെ കണക്കിന് കോടീശ്വരരായിട്ടുള്ള, വ്യത്യസ്ത മേഖലകളിൽ ഉന്നതരായിട്ടുള്ള പലരാണ് വെറും മണലങ്ങനെ കിടക്കുന്നത് വന്നിട്ട്. നേരിട്ട് കണ്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ. അതൊക്കെ നമ്മളെ ആൾക്കാർ വാങ്ങിച്ചാൽ ദാരിദ്ര്യത്തിൻ്റെ മൂർത്തികളായിട്ട് ചിത്രീകരിക്കും. സ്നാനമല്ലാതെ, സ്നാനമാണ് പ്രധാനം, പ്രധാനം സ്നാനമാണ്. ഈ മേള അവസരത്തിൽ സംഗമത്തിലോ അഥവാ സംഗമാനന്തരമുള്ള ഗംഗയിലോ ഒന്ന് കുളിക്കുക, അതാണ് ഏറ്റവും പ്രധാനം. എന്നാൽ അതിനേക്കാൾ വലുത് വേറെ ഉണ്ട്.
ഈ പറഞ്ഞ 3 ലക്ഷം കുടിയിരുന്ന് ശിബിരങ്ങൾ പറഞ്ഞു. എല്ലായിടത്തും വലിയ വലിയ വിദ്വാൻമാരുടെ പ്രഭാഷണങ്ങളുണ്ട്, ക്ലാസ്സുകളുണ്ട്, സത്സംഗങ്ങളുണ്ട്, വാക്യാർത്ഥ സദസ്സുകളുണ്ട്, രാമായണ കഥകളുണ്ട്, ഭാഗവത കഥകളുണ്ട്. സത്സംഗങ്ങൾ നിരന്തരം നടക്കുകയല്ലേ, നിരന്തരം നിരന്തരം. അതൊരു തമാശ പറഞ്ഞു ഒരു സ്വാമി, ഇയാൾ ഇവിടെ ഇങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതാണ് ഇപ്പോൾ തമാശയൊക്കെ പറയാൻ മടി. വളരെ വലിയ പ്രസിദ്ധനായൊരു സ്വാമിയുണ്ട്, സ്വാമി അടകടാനന്ദ. നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. അദ്ദേഹത്തിൻ്റെ ഭഗവത്ഗീത വ്യാഖ്യാനം വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിബിരത്തിൽ കഴിഞ്ഞ കുംഭമേളയിൽ, ഇപ്രാവശ്യമല്ല കഴിഞ്ഞ കുംഭമേളയിൽ, അദ്ദേഹം 24 മണിക്കൂറും അവിടെ വ്യാഖ്യാനം ഗീത സംബന്ധമായത് വെച്ചുകൊണ്ട് 24 മണിക്കൂറും ഉണ്ടാവും. അപ്പോൾ ആര് ചെന്നാലും അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം സൗജന്യമായിട്ട് കൊടുക്കും. പുസ്തകം വലിയ വിലയുടെ പുസ്തകമാണ്, എത്ര വലുതാണ്. സ്വാമി അടകടാനന്ദയുടെ ഭഗവത്ഗീത വ്യാഖ്യാനം. എന്താ അടകടാനന്ദാന്ന് ചോദിക്കരുത്, അത് അദ്ദേഹത്തിൻ്റെ പേരാണ്. അപ്പോൾ കുറച്ച് സന്യാസിമാർ പോയി, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ, അപ്പോൾ ഇവർ പറഞ്ഞു, അങ്ങയുടെ കാല് പിടിച്ചിട്ട് ഒരു 4 മണിക്കൂറെങ്കിലും മൈക്കൊന്ന് ഓഫാക്കി തരണം എന്ന് വെച്ചാൽ പറഞ്ഞ എന്താന്ന് ചോദിച്ചാൽ, അങ്ങനെ തുടർച്ചയായിട്ട് സത്സംഗങ്ങൾ, തുടർച്ചയായിട്ട്. എന്തൊരു ഭാഗ്യം അതൊക്കെ. അപ്പോൾ ഇവിടുന്ന് കേൾക്കുക, അവിടെ പോവുക, അവിടുന്ന് കേൾക്കുക, എല്ലായിടത്തും ഭക്ഷണവും കിട്ടും. പോരെ, ഭക്ഷണമല്ലേ വേണ്ടത്, അതെല്ലായിടത്തും കിട്ടും. ഭക്ഷണം കൂടുതലായിട്ട് രോഗം വരിക, അല്ലാതെ ഭക്ഷണം ഇല്ലാണ്ടാരും അവിടെ കഷ്ടപ്പെടില്ല. പിന്നെ വേണ്ടത് വിസർജനാണ്. അതിന് വലിയ കഷ്ടപ്പാടായിരുന്നു പണ്ട്. ഇപ്പോൾ യോഗി മുഖ്യമന്ത്രിയായതിനു ശേഷമുള്ള ഇവിടെ ഇപ്പോൾ ഒരു പ്രയാസവും ഇല്ല. മുക്കിന് കക്കൂസുകളുണ്ട്, സുലഭമായിട്ട് വെള്ളമുണ്ട്, എല്ലായിടവും സ്വച്ഛമാണ്. ഒരു കടലാസ് കാണില്ല, ഒരു പ്ലാസ്റ്റിക് കാണില്ല. നീ പോയി കണ്ടാലേ മനസ്സിലാവും, അല്ലെങ്കിൽ തട്ടിപ്പ് പറയാന്ന് വിചാരിക്കും. മുമ്പ് ഒക്കെ കുംഭത്തിന് പോകുമ്പോൾ അങ്ങനെയല്ല, ആര് വലിച്ച് അഴുക്കും വെള്ളമായിട്ട്. വളരെ വൃത്തിയാണ്, വളരെ വൃത്തി. അത്ഭുതമാണ് നടക്കുന്നത്, അത്ഭുതം, മഹാത്ഭുതം. ഒരു ലീഡർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു സംസ്ഥാനത്തിന് എന്ത് മാറ്റം വരും എന്നുള്ളതിൻ്റെ സ്പഷ്ടമായ ദൃഷ്ടാന്തം നമുക്ക് കാണാം. മുമ്പൊക്കെ നമ്മൾ ഉത്തരഭാരതത്തിൽ സഞ്ചരിക്കുമ്പോൾ, ബീഹാറിൽ സഞ്ചരിക്കുമ്പോൾ വലിയ തോക്കുമായിട്ടാണ് ആൾക്കാർ സഞ്ചരിക്കുക. എല്ലാവരുടെ തോക്കുണ്ടാവും, റിവോൾവറൊന്നുമല്ല, വലിയ കുഴലുള്ള തോക്കുമായിട്ട്. മോട്ടോർ സൈക്കിൾ തോക്കും വെച്ചിട്ടാണ് ഉണ്ടാവുക. ഒരൊറ്റൊന്നിനും ഈ പ്രാവശ്യം കാണുന്നില്ല, ഒറ്റൊന്നുമില്ല. ഇതുവരെ നടന്ന എല്ലാ കുംഭങ്ങൾക്കും വലിയ പങ്ക് പറ്റിയിരുന്നത് ഒരു ഗൂണ്ടാ തലവൻ, ഒരു ഇസ്ലാമിക മതവിശ്വാസിയായ ആഷിഖ് ഗൂണ്ടാ തലവനായിരുന്നു. അവനെയാണ് കഴിഞ്ഞ ഈ കുംഭമേള വരുന്നതിൻ്റെ 2 കൊല്ലം മുമ്പ് ശരിയാക്കിയത്. അവനെ കച്ചിയതോടുകൂടി പ്രശ്നം കഴിഞ്ഞു. മറ്റേ മുഴുവൻ പണ്ട് അവനിലൂടെയാണ് പോവുക, അവനിലൂടെയാണ് കംപ്ലീറ്റ് സ്റ്റാളുകൾ വരിക, അവനിലൂടെയാണ് കംപ്ലീറ്റ് കിടക്കകളായാലും ടിൻഷീറ്റുകളായാലും ജോലിക്കാരായാലും മുഴുവൻ വരിക. അല്ലാത്തൊരാൾക്ക് പറ്റില്ല. നമ്മളെ ശബരിമല എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ. ഇപ്പോൾ ശബരിമല എങ്ങനെയാണല്ലോ, ശബരിമല എത്ര പേർക്കറിയാം? ശബരിമലയിലത്തെ നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നതിൻ്റെയൊക്കെ സ്റ്റാളിൻ്റെ പിന്നിലാരാന്ന് എത്ര പേർക്കറിയാം? ഗൂഗിൾ പേ ചെയ്യുമ്പോൾ ഒന്നും അറിയാനുള്ള ഇല്ലാതിരിക്കാനുള്ള വിദ്യ ഉണ്ട്. ചിലർ വിഡിത്തം പറയുന്നുണ്ട്, ഗൂഗിൾ പേ ചെയ്താൽ അറിയും സ്വാമിന്ന്. ഇല്ല, ഗൂഗിൾ പേ അക്കൗണ്ട് ആരുടെ പേരിലാണോ അവരുടെ പേരിൽ അറിയും. നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്താണ് ഓണർഷിപ്പ്. 2-3 എണ്ണം അറിയും, എല്ലൊന്നും അറിയില്ല. വളരെയധികം അതിൻ്റെ പിന്നിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് വലിയൊരു അത്ഭുതമാണ്, നേരിട്ട് പോയി കാണണം, അത്രയേ ഉള്ളൂ. ഏതായാലും നമ്മൾ മുഴുവനൊന്നും കണ്ടിട്ടില്ല, കുറച്ച് ഭാഗം കണ്ടു. ഞാൻ ആകെ 18 സെക്ടറിലും 12 സെക്ടറിലും മാത്രമേ പോയിട്ടുള്ളൂ, വേറെ എവിടെയും പോയിട്ടില്ല. ആചാര്യ ശങ്കര സംസ്കൃതി ഏകധന്യാസിൻ്റെ ശിബിരത്തിൽ പോലും നമ്മൾ പോയിട്ടില്ല, സമയം ഉണ്ടായിട്ടില്ല. കാരണം മീറ്റിങ്ങിനാണ് പോയത്, മീറ്റിംഗ് കഴിഞ്ഞു തിരിച്ചു പോകുന്നു. അതിനിടയ്ക്കൊന്ന് കുളിക്കാൻ മാത്രം പോയി, ഇത്രയേ ഉള്ളൂ. എല്ലാ സന്യാസിമാരും ഏതെങ്കിലും അഖാഡയുടെ ഭാഗമാണെന്ന് വെച്ചാൽ അല്ല.
കാരണം സന്യാസി പരമ്പരകൾ ആയിരക്കണക്കിനുണ്ട്. ഇതിലൊന്നും പെടാത്ത ധാരാളമുണ്ട്. അവരൊക്കെ വരും ഇതിന്. എന്നാൽ മിക്കവാറും അഖാഡകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും, പോയാലും പോയില്ലെങ്കിലും. ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ കൈലാസാശ്രമത്തിൽ നിന്ന് സന്യാസം സ്വീകരിക്കുന്ന സമയത്ത് തന്നെ നിരഞ്ജനി അഖാഡയുടെ ഭാഗമായിട്ട് വരും. നമ്മൾ നിരഞ്ജനി അഖാഡയിൽ പോയിട്ടും കൂടിയില്ല. അപ്പോൾ കൈലാസിൽ നിന്ന് സന്യാസം സ്വീകരിക്കുന്ന എല്ലാവരും നിരഞ്ജനിയുടെ ഭാഗമാവും. അവരാണ് കൈലാസാശ്രമത്തിന് ആ ഒരു പദവി കൊടുത്ത് ബഹുമാനിച്ചിട്ടുള്ളത്. അതിലൊന്നേ പറയാനുള്ളൂ, ഇനിയും സമയം വൈകിയിട്ടില്ല. ആ മഹാത്ഭുതത്തിലൊന്ന് പങ്കെടുക്കാൻ പോകേണ്ടതാണ് കഴിയുന്നവർ. നേരിട്ട് കണ്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ. അല്ലാണ്ട് ഈ ഠാവട്ടത്തിൽ ഇരുന്നാൽ എവിടെ മനസ്സിലാവണം? ഇവിടെ നമ്പർ 1 പറഞ്ഞിരിക്കും നമ്മൾ. തമിഴ്നാട്ടിലെ മിക്കവാറും എല്ലാ സന്യാസി ശ്രേഷ്ഠന്മാരും അവിടെ ഉണ്ട്. ആധീനങ്ങളുണ്ട്. നമ്മൾ പേരൂരാധീനം നമ്മളെ കൊന്നിച്ചാൽ മടങ്ങിയത്. ഒക്കെ സേവ ചെയ്യാൻ വേണ്ടി നിൽക്കുക. വരുന്നവർക്കൊക്കെ ഭക്ഷണം ഭക്ഷണം ഭക്ഷണം. ഭാഷ അറിയില്ല, ഒന്നുമില്ല. അതെല്ലാം തമിഴിലല്ലേ സംസാരിക്കണേ. സാപ്പിട്ട് പോലാമേ എല്ലാവരെയും വിളിച്ച് ഭക്ഷണം കൊടുത്ത്. ഒരത്ഭുതമാണ്, മഹാത്ഭുതം. ഭാഷകൾ ഒന്നാവുന്ന, ഹൃദയം ഒന്നായാൽ ഭാഷാഭേദമില്ല, ഭൂഷാഭേദമില്ല, ധനിക ദരിദ്ര ഭേദമില്ല, ആണ് പെണ്ണ് ഭേദമില്ല, ഒക്കെ ഒന്നിച്ചാണ്. ഉടുതുണിയുണ്ടോ? ഒന്നും ഉണ്ടാവില്ല, ഒരു പ്രശ്നമില്ല. ആർക്ക് എന്താ പ്രശ്നം? ഇവിടെ അപ്പുറത്തവൻ കാണാൻ മറഞ്ഞിട്ടേ നമ്മൾ വസ്ത്രം മാറ്റുള്ളൂ. അവിടെ അതൊന്നുമില്ല. ഉടുക്കുക തന്നെ, മാറ്റുക തന്നെ, കുളിക്കുക, മുങ്ങുക, പൊന്തുക, മാറുക. അങ്ങനത്തെ എല്ലാ ഭേദങ്ങളും പോയി ഒന്നായി തീരുന്ന ഒരു സമഷ്ടി ഏകതയുടെ വലിയ കാഴ്ചയാണ്. കുംഭമേള നഗരിയിലുണ്ടാവില്ല, പുറത്ത് ഇഷ്ടം പോലെ കണ്ടോ, എല്ലാ മതത്തിൽപ്പെട്ടവരും ഉണ്ടാവില്ലേ. അലഹബാദിൽ ഏറ്റവും അധികം ഒരുപാട് മുസ്ലിങ്ങളുള്ളതല്ലേ, അതിൽ പ്രശ്നം. കുംഭമേള നഗരിയിൽ ഉണ്ടാവില്ല. രണ്ടുപേരും നുഴഞ്ഞു കയറി. ഭക്തിയോടുകൂടി ആര് വന്നാലും സന്തോഷം. ഭക്തിയോടുകൂടി ആചാരശുദ്ധിയോടുകൂടി ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ വരുന്നുണ്ട്, ക്രിസ്ത്യാനികൾ വരുന്നുണ്ട്. ആർക്കും ഒരു പ്രശ്നമില്ല. എന്നാൽ 2 തീവ്രവാദികൾ കയറി കൂടി, അവരെ കാര്യം ഇനി പോക്ക. 2 തീവ്രവാദികളെ പിടിച്ചിട്ടുണ്ട്. 2 പേരെയും പോലീസിന് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നാഗസ്വാമിമാർ നല്ലോണമൊക്കെ ഒന്ന് പെരുമാറിയിട്ടുണ്ട്. അതേസമയത്ത് ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ഒരു പ്രശ്നമില്ല. എല്ലാവരും ഭക്തിപൂർവ്വം ഈ ഒരു ഗംഗാലഹരിയിൽ പങ്കെടുക്കുകയാണ്, കുംഭലഹരിയിൽ പങ്കെടുക്കുകയാണ്. അവിടെ മതമൊന്നുമില്ല, അവിടെ ഒന്നാണ്. പക്ഷെ തീവ്രവാദികളെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നത്തെ കഥ പറയണ്ട, എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത്. അതും ആവശ്യമാണ്. അതൊരു സ്വാമിജി പറഞ്ഞിട്ടുണ്ട് അന്ന്. നല്ല കയ്യൂക്കുണ്ട് എന്ന് കാണിച്ചാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഭാരതത്തിൽ ഇന്നുള്ളൂ. വളരെ ശരിയാണ്. ഹിന്ദുവിന് കയ്യൂക്കുണ്ടെന്ന് കാണിച്ചാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഇന്ന് ഭാരതത്തിലുള്ളൂ. അത് വിസ്മരിച്ച് ബൗദ്ധം കയറി കൂടിയതാണ് നമുക്ക് പറ്റിയ അപകടങ്ങൾ. ഏറ്റവും രസകരമായ സംഭവം പറയാം. ബുദ്ധ വിഭാഗക്കാർക്ക് ശിബിരമുണ്ട്. അതിനോട് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത വിശ്വ ഹിന്ദു പരിഷത്താണ്. ധാരാളം ബുദ്ധലാമമാരുണ്ട്, ധാരാളം. അതൊരു അത്ഭുതമാണത്. കേരളത്തിൽ കേരളത്തിലെ ആശ്രമങ്ങളുടെ ശിബിരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ കേരളത്തിൽ നിന്നുള്ളതായ, ഉദാഹരണത്തിന് സ്വാമി ആനന്ദവനം ജൂന അഖാഡയിലെ സന്യാസിയാണ്, മലയാളിയാണ്,
അദ്ദേഹം ഇപ്പോൾ കൊട്ടാരക്കര അവധൂതാശ്രമത്തിൽ ആണ് താമസിക്കുന്നത്. അദ്ദേഹം ഉണ്ടാക്കിയ ശിബിരമുണ്ട്. അവിടെയാണ് ഇവരൊക്കെ വസ്തു ടീച്ചറൊക്കെ പോയപ്പോൾ അവിടെയാണ് താമസിച്ചത്. ഞാനവിടെ പോയി ഒരു വിളക്കൊക്കെ കത്തിച്ചു. നന്നായി ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ബദരീനാഥിൽ കുടിയായിട്ട് താമസിക്കുന്ന ആത്മാരാമാനന്ദ സരസ്വതി സ്വാമി ശിബിരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ മിക്ക ആശ്രമങ്ങളുടെയും ഉന്നത സ്ഥാനങ്ങളിൽ മലയാളികളുണ്ട്. ഏറ്റവും വലിയ അഖാഡ ജൂനാഖാഡയാണ്. ജൂനാഖാഡയുടെ സ്ഥാനപതി മലയാളിയാണ്, രവീന്ദ്രാനന്ദ സ്വാമികൾ. അങ്ങനെ പലരുണ്ടോ, ഒരുപാട് മണ്ഡലേശ്വരന്മാരുണ്ട്. പക്ഷെ കേരളത്തിലതൊന്നുമില്ല. എന്ത്? ആയിക്കോട്ടെ, മതി. എവിടെ കുളിച്ചാലും മതി, കുളിമുറി കുളിച്ചാലും മതി. കുളിച്ചിട്ടില്ലെങ്കിൽ എന്താ? കുളിച്ചിട്ടില്ലെങ്കിൽ വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. മറ്റൊരു ശ്രദ്ധയാണ്. അങ്ങനെയാണെങ്കിൽ സമുദ്രം, ലോകത്തിൽ എത്ര സമുദ്രമുണ്ട്? ഒരു സമുദ്രമേ ഉള്ളൂ. വിഡ്ഢികളാണ് പസഫിക് എന്നും അറ്റ്ലാന്റിക് എന്നൊക്കെ വേർതിരിച്ച് പറയുക, ഇന്ത്യൻ ഓഷ്യൻ എന്നൊക്കെ. ഒറ്റ സമുദ്രമേ ഉള്ളൂ, ഒറ്റ സമുദ്രം. ആ ഒറ്റ സമുദ്രത്തിൽ കുറച്ച് കരകൾ ഇങ്ങനെ ഉണ്ട്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇത് ഇന്ത്യൻ ഓഷ്യൻ എന്നൊക്കെ പറയണോ? അറബിക്കടൽ, ബംഗാൾ ഉൾക്കടൽ എന്നൊക്കെ പറയണോ? കാസ്പിയൻ, മറ്റേ അത് ഇത് ഒന്നും വേണ്ട. അന്റാർട്ടിക്ക, ആർട്ടിക്ക ഒന്നും പറയണ്ട. ഏതായാലും ഈ പ്രാവശ്യത്തെ കുംഭത്തിന് വളരെ വലിയൊരു വിശേഷമുള്ളത്, 500 വർഷത്തിലധികമുള്ള പാരതന്ത്ര്യം മാറി ശ്രീരാമക്ഷേത്രം സ്ഥാപിതമായതിനു ശേഷമുള്ള ആദ്യത്തെ കുംഭമാണ്. അതിനുവേണ്ടി എങ്ങനെ ചെയ്തു അതേപോലെ കാശി മഥുര മോചനത്തിനു വേണ്ടി പ്രവർത്തിക്കണമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടാണ് സന്യാസിമാർ പിരിഞ്ഞിട്ടില്ല, തീരുമാനിച്ചിട്ടുള്ളത്. സ്വാതന്ത്ര്യത്തിൻ്റെ ഓരോ ഭാവങ്ങൾ, വൈദേശിക അധിനിവേശ ശക്തികൾ ഉണ്ടാക്കി തീർത്ത മുറിപ്പാടുകളെ ഉണക്കി മുന്നോട്ട് പോകുന്ന ഭാരതാംബയുടെ ഗതിയാണ്. നോക്കാം, നമ്മുടെ സങ്കല്പങ്ങൾ പങ്കുചേർക്കുക, നമ്മുടെ പ്രവർത്തനങ്ങൾ പങ്കുചേർക്കുക, അത്രയേ ഉള്ളൂ. സന്തോഷം.